UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കടമെടുത്തത് 10,400 കോടി രൂപ. മെയ് 26-ന് 1,800 കോടിയും ജൂൺ 9-ന് 2,800 കോടിയും 23-ന് വീണ്ടും 1,800 കോടിയും വായ്പയെടുത്തു. ഡിസംബർ വരെ കേരളത്തിന് കടമെടുക്കാവുന്നത് 32,464 കോടി രൂപയാണ്. രാഹിസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹിസ്, 10,800 കോടിയുടെ കടമെടുപ്പ് എങ്ങനെയാണ് സർക്കാർ വിശദീകരിക്കുന്നത്? അനുവദിക്കപ്പെട്ടുള്ള തുകയുടെ അത്രയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ അതിനുള്ള സാഹചര്യത്തെക്കുറിച്ച് സർക്കാർ എന്താണ് വ്യക്തമാക്കുന്നത്? മധു, സാധാരണഗതിയിൽ സംസ്ഥാനത്തിന് കടമെടുപ്പ് പരിധിയിൽ എത്ര തുകയുണ്ടോ അത്രയും തുക മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും എടുക്കാറാണ് സാധാരണ രീതി. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ നടപടിക്രമമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിൽ പോലും ഈ സർക്കാർ അധികാരത്തിലെത്തി ഏതാണ്ട് 2.5 മാസം കഴിയുന്ന സമയത്താണ് 10,400 കോടി രൂപ കടമെടുത്തത് എന്നതാണ് ശ്രദ്ധേയം. ഇപ്പോൾ ഓണക്കാലമൊക്കെ വരികയാണ്. വിവിധ തലത്തിലുള്ള ആനുകൂല്യങ്ങളും മറ്റും സർക്കാർ നൽകേണ്ട ഒരു സമയം കൂടിയാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസവും കടമെടുത്തത്. സർക്കാർ അധികാരത്തിലെത്തിയത് മെയ് 18-ലാണ്. 26-ാം തീയതി തന്നെ ആദ്യത്തെ 1,800 കോടി രൂപ കടമെടുത്തു. അങ്ങനെ ഏതാണ്ട് 5 തവണയായിട്ടാണ് കടമെടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനം ഈ മാസം 21-ാം തീയതിയാണ് കടമെടുത്തത്. 2,200 കോടി രൂപയാണ് അത്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. വിവിധ മാസങ്ങളിലായി ഡിസംബർ വരെ 32,464 കോടി രൂപയാണ് കടമെടുക്കാൻ കഴിയുന്നത്. പക്ഷേ 10,800 കോടി ഇതിനകം 2.5 മാസത്തിനുള്ളിൽ കടമെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്.